അപ്പം നമുക്ക് കുറച്ചധികം തന്നെ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ കുറച്ച് കൂന്തൽ നമ്മൾ സെറ്റാക്കി വലുത് നോക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അടിപൊളി കോഴിക്കോടൻ വൈറൽ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കണം കേട്ടോ. അത് അന്ന് വൈറലായിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേഗം കുറച്ച് കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. രാവിലെ ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, തക്കാളി എല്ലാം കൂടെ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മളിതാ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തളില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂടി വേവിക്കും. എന്നാൽ നമ്മുടെ ഉള്ളി വേവുന്ന പോലെ തന്നെ കൂന്തളും നല്ല സെറ്റായിട്ട് വേവും കേട്ടോ. ഈ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക രസമാണ്. അമ്മ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂന്തൽ നിറച്ചതിനേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞപ്പൊടിയും, ഉപ്പും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സിമ്പിളായിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാം കൂന്തലാണെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കൂന്തലിൻ്റെ തല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു തല എടുത്തിട്ട് അങ്ങോട്ട് വായിലേക്ക് ഇട്ടു കേട്ടോ ഗൈസ്. ആഹാ അടിപൊളി കേട്ടോ. ഇനി ചപ്പാത്തിക്കോ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ബൈ ഗൈസ്.